आगे वो कहते हैं कि तुम्हारे कठोर तन के रेशों में कलियां बन, कोमल बन, सौरभ बन, लाली बन, चुपके से सो गई हूँ कि कब मधुमास आए और तुम कब मेरे പ്രസ്ഫുടം से छा जाओ. അപ്പം ഞാൻ നിന്നിൽ തന്നെ അലിഞ്ഞുറങ്ങുകയായിരുന്നു. എപ്പോഴാണ് മധുമാസം വരിക, അതുപോലെ തന്നെ ഞാൻ എപ്പോഴാണ് നിന്നിൽ വിരിയുക, പൊട്ടി വിരിയുക എന്നാണെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അതായത് രാധ ഹമേശ കൃഷ്ണ के साथ ही थी. कभी वो राधा कृष्ण के आगे नहीं थी, हमेशा पीछा रहती थी. कभी उसने आगे आने की प्रयास नहीं किया. आप तो जानते हैं राधा की पूजा की जाती है. राधा का नाम सबसे पहले लिया जाता है. रुक्मिणी को कोई पूछता भी नहीं है. यानी कि कृष्ण की पत्नी तो रुक्मिणी रह चुकी है, लेकिन लोग राधा का पूजन करते हैं क्योंकि उतना पवित्र रिश्ता था उन लोगों का. यही उसका कारण है. तो राधा यहाँ कृष्ण से कह रही है. यहाँ पर सिर्फ एक बिंब का प्रयोग किया है, अ, जो यहाँ पर एक पेड़ के रूप में खड़ा है. तो उससे पूछती है राधा कि मैं तो हमेशा तुम्हारे साथ ही रही थी, लेकिन तुम तो कहते हो कि तुमने बिना पुष्पित हुए तुम युगों तक, जन्म जन्म तक मेरी प्रतीक्षा में तुम थे. लेकिन ऐसे करने की क्या ज़रूरत थी? मैं तो मिट्टी से तुम्हारे शरीर पर पहुँच चुकी थी और तुम्हारे रेशों में मैं थी. കലിയാൻ ബൻകർ, മുട്ടുകളായിട്ട്, കോമ്പൽ ബൻകർ, और അതുപോലെ തന്നെ പുതിയ മുകുളങ്ങളായിട്ട്, സൗരഭ് ബൻകർ, നിന്നിലെ സുഗന്ധമായിട്ട്, ലാലി ബൻകർ, ആ ചുവപ്പ് നിറമായിട്ട്, ചുപ്കെ से मैं वहाँ सोई हुई थी. കബ് मैं प्रस्फुटित हो जाऊं, എപ്പോഴാണ് എനിക്ക് എണീക്കാനും വിടരാനുമുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. फिर भी तुम्हें याद नहीं आया. तब तुमको मेरे इन जावक रचित पावों ने केवल ये स्मरण करा दिया कि मैं तुम्ही में हूँ. എന്നിട്ടും നിനക്ക് ഓർമ്മ വന്നില്ല എന്ന്. അപ്പോൾ എൻ്റെ തബ് तुमको मेरे इन जावक रचित मीन्स मेहंदी रचे हुए इन पावों ने, മെഹന്തിയിട്ട ഈ കാലുകൾ, അല്ലെങ്കിൽ അൽത്ത ഒക്കെ ഇടും നമ്മൾ, ചുവന്ന നിറത്തിന് വേണ്ടിയിട്ട് ഡാൻസുകാരൊക്കെ ഇടുന്നത്, അതിനെയും പറയും ജാവക്. അപ്പോൾ വൈസി ജാവക് രചിത് പാവോനെ തുമേ യെ സ്മരൺ കരാ ദിയ, നിന്നെ ഇത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. കി മേ തുമീമേ ഹൂ, ഞാൻ നിന്നിൽ തന്നെ ഉണ്ടെന്ന്. ഞാൻ എൻ്റെ കാലുകൾ, ഈ മെഹന്തിയിട്ട കാലുകളാണ് നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. തുമാരെ ഹി രേഷേ രേഷേ മേ സോയി ഹുയി, നിന്റെ തന്നെ ഓരോ ഇഴകളിലും ഉറങ്ങിക്കിടക്കുകയാണ് ഞാൻ. और अब समय आ गया कि मैं तुम्हारी नस नस में पंख पसार कर उड़ूंगी. लेकिन अब एक ऐसा समय आ गया है कि मैं अब सोऊंगी नहीं. ഞാൻ ഇനി ഉറങ്ങിക്കിടക്കില്ല. मैं अभी पंख पसार कर उड़ूंगी तुम्हारी नस नस में, നിന്റെ ഓരോ സിരകളിലും. നസ് നസ് का मतलब है ഓരോ നെർവുകളിലും. मैं अपना पंख पसार कर, ഞാൻ എൻ്റെ ചിറക് വിരിച്ച് ഇനി പറന്നു വരും. और तुम्हारी डाल डाल में गुच्छे गुच्छे लाल लाल കലിയാ ബൻ ഖിലൂംഗി. എന്നിട്ട് നിന്റെ ഓരോ കൊമ്പുകളിലും, നിന്റെ ഓരോ ബ്രാഞ്ചസിലും ഗുച്ഛേ ബൻകർ, ഗുച്ഛ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടമായിട്ട്, കൂട്ടം കൂട്ടമായിട്ട്, ലാൽ ലാൽ കലിയാ ബൻ ഖിലൂംഗി, നല്ല റെഡ് കളറിലുള്ള പൂമൊട്ടുകളായി ഞാൻ വിടരും. അപ്പോൾ അശോകവൃക്ഷത്തിൽ കണ്ടിട്ടുണ്ടാവും, അശോകവൃക്ഷം നമ്മളുടെ ചെത്തിപ്പൂ പോലെയാണ്. നല്ല അതിനേക്കാൾ റെഡിഷ് ആയിട്ടുള്ള ഫ്ലവറാണ്, ഏകദേശം ചെത്തിയുടെ പോലത്തെ ഫ്ലവറാണ്. അപ്പോൾ അത് കൂട്ടം കൂട്ടമായി കൊലകുത്തി ഉണ്ടാവും. അപ്പോൾ അതിൽ ചുവന്ന കുലകളായിട്ട് ഞാൻ ഇനി വിരിയും എന്നാണ് പറയുന്നത്. ഓ പഥ് കെ കിനാരെ ഖടേ ഛായാദാർ പാവൻ, പാവൻ അശോക് വൃക്ഷ, रास्ते के किनारे में खड़े हुए, വഴിയരികിൽ നിൽക്കുന്ന, ഛായാദാർ बहुत ही ഛായ देने वाला, നല്ല നിഴൽ നൽകുന്ന, പാവൻ അശോക വൃക്ഷ, പവിത്രമായിട്ടുള്ള അശോകവൃക്ഷത്തോട് ആണ് പറയുന്നത്. അതായത് കൃഷ്ണനോട് പറയുന്നത് ഒരു സിംബോളിക് ആയിട്ട് അശോകവൃക്ഷത്തോട് പറയുന്നതാണ്. तुम ये क्यों कहते हो कि तुम मेरी ही प्रतीक्षा में कितने ही जन्मों से पुष्पहीन खड़े थे. നീ എന്തിനാണ് ഇത് പറയുന്നത്? നീ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്, മേരി ഹി പ്രതീക്ഷ മേ, ജന്മോ സെ, ജന്മങ്ങളായിട്ട്, പുഷ്പഹീൻ ഖടേ ഥേ, ഞാനില്ലാത്തത് കൊണ്ട് നീ വിടരാതെ, സന്തോഷിക്കാതെ നീ നിൽക്കുകയായിരുന്നു എന്ന് നീ പറഞ്ഞത് എന്തിനാണ്? मैं तो तुम्हारे ही अंदर थी, तुमने मुझे पहचाना क्यों नहीं? ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, लेकिन तुमने मुझे पहचानने की कोशिश क्यों नहीं की? आज ऐसा समय आया कि मेरे पाँवों ने तुम्हें ये याद दिलाया
यानी कि मेरे मेहंदी डाले हुए पाँवों ने तुम्हें याद दिलाया कि मैं तुम्हारे ही अंदर में ജീവിതം ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്നു എന്ന് നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. लेकिन अब मैं चुपके बैठने वाली नहीं हूँ. ഇനി ഞാൻ ഉറങ്ങിക്കിടക്കില്ല അല്ലെങ്കിൽ മിണ്ടാതിരിക്കില്ല. मैं आप अपना पंख पसार कर उड़ूंगी. നിന്റെ ശരീരം മൊത്തം ഞാൻ എൻ്റെ ചിറക് വിരിച്ച് പറക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രാധ കൃഷ്ണനോട് പറയുന്നതാണ്, സിംബോളിക്കായിട്ട് പറയുന്നത് ഇവിടെ അശോകവൃക്ഷത്തോടാണ്. ആദ്യത്തെ ഗീതാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ. അപ്പോൾ पहले गीत में राधा ने क्या क्या कहा है उसी के बारे में पहला गीत है. आशा करती हूँ कि तुम लोग समझ गए होंगे. अब अभी कुछ सवाल जवाब तुम्हें चाहिए या कुछ संशय है, तुम लोगों को कुछ भी समझ में नहीं आया, क्या कुछ नहीं समझ में आया, ये सब आप पूछ सकते हो मुझे व्हाट्सएप में, नहीं तो मुझे फ़ोन कर सकते हो. किसी भी तरह ये पढ़ना है, ये लिख कर भी लेना है तुम्हें. तुम्हारे पास टेक्स्ट बुक नहीं है, इसीलिए तुम्हें ये लिख कर रखना है अपने नोटबुक में. पहला गीत कहकर लिखना है ऐसे ही जो मैं तुम्हारे लिंक में डाल रही हूँ ये. तो उसमें से देखकर तुम्हें लिख कर रखना है. तब तुम लिख सकोगे. जब मैं इसके डिस्क्रिप्शन दूंगी तो आप तभी उसके सामने लिख कर पढ़ सकोगे. तो दूसरा गीत भी तुम लिख लेना, वो हम बाद में लेंगे. तो अभी तक के लिए इतना ही है. तो शुक्रिया. फिर मिलेंगे हम अगली कक्षा में.